പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ എൻ്റെ ഒരു പുതിയ ടോക്കിലോട്ട് കടക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വിഷയം എന്ന് പറയുന്നത് ഉപവാസം എന്നതാണ്. പ്രാർത്ഥനയോടെ ഒരുമിച്ച് അനുഷ്ഠിക്കുന്നതാണ് ഉപവാസം. കർത്താവ് തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നു. പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല. ഇവിടെ പിശാചിനെ പുറത്താക്കുന്നതിനെയാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേലി സഭയിൽ ഉപവാസമുണ്ടായിരുന്നു. പാപപരിഹാര ദിവസത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ആബാലവൃത്തം ജനങ്ങളും ഉപവാസം അനുഷ്ഠിക്കണമെന്ന് നിഷ്കർഷിച്ചിരുന്നു. ദൈവകോപത്തിന്റെ കാലത്ത് അനർത്ഥങ്ങളും ശിക്ഷകളും നീങ്ങിപ്പോകുവാൻ ഇസ്രായേലിയർ ഉപവസിച്ചിരുന്നു. വചനത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നു: നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കലേക്ക് തിരിയുവിൻ എന്ന്. ശത്രുവിന്റെ ഭീഷണിയും കടന്നാക്രമണവും നേരിടുവാൻ ഉപവാസം നടത്തുന്നതായും കാണാം. അമലേക്യർ ഇസ്രായേലിനെ ആക്രമിച്ച് സാവൂളിനെയും യോനാഥനെയും നിഗ്രഹിച്ചതറിഞ്ഞപ്പോൾ ദാവീദും കൂടെയുള്ളവരും വിലാപം കഴിക്കുകയും ഉപവസിക്കുകയും ചെയ്തു. പേർഷ്യൻ ചക്രവർത്തി അഹശ്വേരോശിന്റെ കാലത്ത് കുലടനായ ഹാമാന്റെ കുതന്ത്രത്താൽ സാമ്രാജ്യത്തെങ്ങുമുള്ള യഹൂദന്മാരെ നിഗ്രഹിക്കുവാൻ കൽപ്പനയുണ്ടായപ്പോൾ ആ പ്രതിസന്ധി നേരിടുവാനും തരണം ചെയ്യുവാനും എസ്തേർ രാജ്ഞിക്കും യഹൂദജനം മുഴുവനും 3 ദിവസത്തെ ഉപവാസം അനുഷ്ഠിച്ച് അനർത്ഥം ഒഴിവാക്കാൻ കഴിഞ്ഞത് എസ്തേറിന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നു. വ്യക്തിഗതമായും ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. ദാനിയേൽ ഉപവസിക്കുന്നതായി ബൈബിളിൽ കാണുന്നു. ഏലിയാ പ്രവാചകൻ 40 ദിവസം ഉപവസിച്ചതായി കാണാം. ഹന്ന പ്രവാചകി ജെറുസലേം ദേവാലയത്തിൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കഴിഞ്ഞിരുന്നു എന്നും ബൈബിളിൽ കാണാം. കർത്താവിന്റെ കാലത്ത് യഹൂദന്മാർ, പ്രത്യേകിച്ച് പരീശ വിഭാഗം, ആഴ്ചയിൽ 2 ദിവസം ഉപവസിച്ചിരുന്നു. കർത്താവിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു കൂട്ടർ സമീപിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു: മണവാളൻ കൂടെയുള്ളപ്പോൾ തോഴ്മക്കാർ ഉപവസിക്കുന്നില്ല, എന്നാൽ മണവാളൻ എടുക്കപ്പെടുമ്പോൾ അവർ ഉപവസിക്കും എന്ന്. ഉപവാസത്തിന്റെ അടിസ്ഥാന തത്വം ജഡമോഹങ്ങളെ കീഴടക്കി ആത്മാവിൽ ബലപ്പെടുക എന്നതാണ്. ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തി ഇച്ഛകളെയും വികാരങ്ങളെയും മെരുക്കി ആത്മനിയന്ത്രണത്തിലാവുകയാണ് ലക്ഷ്യം. ഇക്കാര്യം വിശുദ്ധ പൗലോസ് സ്വന്തം അനുഭവങ്ങളിൽ കൂടി വെളിപ്പെടുത്തുന്നു. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്യുന്നത്. പഞ്ചേന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ആത്മസംയമനത്തിൽ എത്തുന്നതിന് ഉപവാസം സഹായകമാണ്. ഇത്രയും നേരം ഞാൻ പറഞ്ഞതിന്റെ രത്നചുരുക്കം ഇതാണ്. ആത്മീയതയില് ഉപവാസത്തിന് വലിയ പ്രാധാന്യം ഉണ്ട്. നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ ഉപവസിക്കുന്നതായി ബൈബിളിൽ നിന്ന് വ്യക്തമാണ്. ഉപവാസത്തിന് അത്രയധികം പ്രാധാന്യം ഇല്ലായിരുന്നെങ്കിൽ നമ്മുടെ കർത്താവ് ഉപവസിക്കുമായിരുന്നില്ല. അതുകൊണ്ട് നമ്മുടെ കർത്താവ് ഉപവസിച്ചെങ്കിൽ ആ ഉപവാസത്തിന് വലിയ ശക്തിയുണ്ട് എന്ന് ഉറപ്പാണ്. നമ്മുടെ കർത്താവ് ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ പിശാച് പരീക്ഷിക്കാനായി ചെന്നതായി ബൈബിളിൽ കാണാം. അപ്പൊ ഉപവസിച്ചു കഴിഞ്ഞപ്പോൾ ആത്മീയമായി വളരെ കരുത്തനായ ഒരു വ്യക്തിയായി കർത്താവ് മാറി. അങ്ങനെ ആത്മീയമായ കരുത്തനായ വ്യക്തിയായി മാറിയപ്പോൾ പിശാച് അവിടെ പരീക്ഷിക്കാനായിട്ട് കർത്താവിന്റെ അടുത്ത് ചെല്ലുന്നതായി ബൈബിളിൽ കാണുന്നുണ്ട്. അതുപോലെ നമ്മൾ വിശുദ്ധരുടെ ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് വിശുദ്ധരെല്ലാം ഉപവസിച്ചതായി കാണാം. നമുക്ക് ഇതുവരെ വിശുദ്ധരായി പ്രഖ്യാപിച്ച ആരെ എടുത്തു നോക്കിയാലും അവരെല്ലാം ജീവിതത്തിൽ വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ച് ഉപവസിച്ചതായി കാണാം.
പിന്നെ സാധാരണ ജനങ്ങൾക്കുള്ള ഒരു സംശയം എന്താണെന്ന് വെച്ചാല് എല്ലാവരും ഉപവസിക്കണോ എന്നാണ് എല്ലാവരുടെയും ഒരു സംശയം. അതിന് വ്യക്തമായ ഉത്തരം പറയുകയാണെങ്കിൽ എല്ലാവരും ഉപവസിക്കേണ്ടതില്ല എന്നതാണ് അതിന് ഉത്തരം. അതായത് രോഗികള്, നിത്യമായി രോഗമുള്ളവര് ഒന്നും ഉപവസിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് മരുന്ന് കഴിക്കുന്നവര് ഉപവസിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഉപവാസത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മള് കുറെ നാള് പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യം ദൈവം കേൾക്കുന്നില്ലെങ്കിൽ നമ്മളൊന്ന് ഒരാഴ്ചയെങ്കിലും നമ്മൾ ഉപവസിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥന ദൈവം വേഗം കേൾക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഉപവാസത്തിന് നമ്മുടെ ആത്മീയ ജീവിതത്തില് വളരെയധികം പ്രാധാന്യം ഉണ്ട്. അതുകൊണ്ട് ഭക്ഷണം വെടിഞ്ഞ് ഉപവസിക്കുക എന്ന് മാത്രമല്ല ഉപവാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉപവസിക്കുമ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളൊന്നും പാടില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു സത്യം. അതുകൊണ്ട് ഭക്ഷണം മാത്രം ഉപവസിക്കുന്നതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ശാരീരികമായ ഇച്ഛകളെ നമ്മൾ ഉപവാസത്തിൽ പങ്കെടുപ്പിക്കേണ്ടതാണ്. നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ ഉപവസിച്ചു കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മൾ ഉപവസിച്ചു കഴിയുമ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എളിമപ്പെടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഉപവസിക്കുമ്പോൾ ഒരു ആശയം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ അടിയറ വയ്ക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളെ ഉപവസിച്ച ജീവിതത്തിൽ പല കാര്യങ്ങളും പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നെ പ്രാർത്ഥനയിൽ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ആരോഗ്യമുള്ളവരായ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരാഴ്ചയെങ്കിലും വെച്ച് ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ ഉപവസിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കാം. ഇന്നത്തെ എൻ്റെ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ കാര്യങ്ങൾ ഞാൻ എൻ്റെ അടുത്ത ടോക്കിൽ പറഞ്ഞുകൊള്ളാം. നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.